എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനീതമായ ഒരു നമസ്കാരം. ഞാൻ സലിം കൈലഗിരിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും നമുക്കിപ്പോൾ ഒരു വാർത്ത നമ്മളിവിടെ കാണുകയാണ്. കൊല്ലത്ത് ഒരു ഉത്സവ പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ സ്വല്പം സ്മോൾ അടിച്ച ഒരു ചേട്ടൻ, അത് ആ ഭാഗത്തൊക്കെ തന്നെ തെരുവിലൊക്കെയാണ് ഉള്ള ജീവിതം, കുപ്പി വെറുക്കാണ് പണി. അദ്ദേഹത്തിന് സ്മോൾ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഗാനമേളക്കാർ പാടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒന്ന് ഡാൻസ് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് കയറി വന്നപ്പോൾ വേറെ ആൾ പുറകിൽ കൂടെ ചെന്ന് കസേരയ്ക്ക് അടിക്കുന്ന ഒരു രംഗം. തെരുവിൻ്റെ ഓരങ്ങളിൽ കിടക്കുന്നവർക്ക് ഇത്രയും വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. മോശമായിപ്പോയി. മാത്രമല്ല, കെവിനെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ കെവിനെ കൊന്നതും കൊല്ലത്തുള്ള ഗുണ്ടകളാണ്. അതുപോലെ തന്നെ നമ്മുടെ മധുവിനെ കൊന്നു, ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പം ഇതാ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ നഷ്ടത്തിനും യാതൊരു വിലയില്ല. അവരുടെ കുടുംബത്തിനാണ് ആ നഷ്ടം വന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ തിരുവനന്തപുരം ജില്ലക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു വീഡിയോ ഇടുകയാണ്. അതായത് ഇദ്ദേഹത്തിനൊരു മാതാവ് മാത്രമേ ഉള്ളൂ. ആ മാതാവിനെ പോറ്റി പുലർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടങ്ങളിലൊക്കെ വന്ന് ഈ കുപ്പിയൊക്കെ പെറുക്കി അവിടെ കൊണ്ടൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകും. ഈ വ്ളോഗർമാർ അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന പ്രിയപ്പെട്ടവർ ഒരു കാര്യം ചിന്തിക്കുക. അദ്ദേഹം ആ സ്റ്റേജിൻ്റെ അവിടെ കണ്ടൊക്കെ കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വൈറലായി കഴിയുമ്പോൾ ഈ ശത്രുക്കൾ ഈ അടിച്ച പുള്ളിക്ക് തന്നെ വൈരാഗ്യം വരും. ഈ മനുഷ്യനെ കൊല്ലാൻ സാധ്യതയുണ്ട്. ആ മനുഷ്യന് ജീവഹാനി സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ കസേര എടുത്ത് അടിക്കുന്ന വ്യക്തി തന്നെയാണ്. അയാളാണ് ആ മനുഷ്യൻ്റെ ജീവനെ ഒടുക്കാൻ പ്ലാനും പദ്ധതികളും ഇടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടിക്ക് പോയതായ ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നതും ഈ കൊല്ലക്കാരൻ. കൊല്ലം, കരുനാഗപ്പള്ളി, കായംകുളം, ഈ 3 ഭാഗങ്ങളിൽ കിടക്കുന്നവർക്ക് യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത രീതിയിൽ അവരുടെ ഇടപാടുകാർ സ്ത്രീകളോടും കുട്ടികളോടും പോലും മര്യാദയായിട്ട് പെരുമാറത്തില്ല. ഒറ്റപ്പെട്ടെങ്ങാനും ആ ഓച്ചിറ അമ്പലത്തിൻ്റെ ഭാഗത്ത് ചെല്ലുന്ന സ്ത്രീകളെയൊക്കെ ബലാത്സംഗം ചെയ്യുക, റെയിൽവേ പാളത്തിൽ തള്ളിയിടുക, അവരെ പീഡിപ്പിക്കുക, ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരെ പോലും വെറുതെ വിടാതെ അവരെല്ലാം ഉപദ്രവിക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങളാണ്. ഈ ആലപ്പുഴ ജില്ലയൊന്നും വലിയ കുഴപ്പമില്ല. ആലപ്പുഴ ജില്ലയൊന്നും വലിയ പ്രശ്നമുള്ള ജില്ലയാണ്. ആൾക്കാരെ സഹായിക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഈ കൊല്ലം, കരുനാഗപ്പള്ളി, അവിടെയാണ് ഈ ഗുണ്ടാവളയാട്ടം ഏറ്റവും കൂടുതൽ. എന്നാൽ സ്കൂളിലൊന്നും പോകത്തില്ല, വിദ്യാഭ്യാസവുമില്ല, വിവരവുമില്ല. നേരെ കടപ്പുറത്തോട്ടങ്ങാറ് കടലിലെ ജോലിക്ക് മറ്റു കാര്യത്തിൽ. കടൽ ജോലിക്കാർ മാത്രമല്ല, അവിടെ കിടക്കുന്ന മിക്കതിനും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത, അപ്പം വെറും കണ്ടത്തടിക്ക് മുണ്ടത്തടിയാണ്. കൊല്ലം എന്നുള്ള പേര് തന്നെ അനേകരെ കൊന്നത് കൊണ്ടാണ് കൊല്ലം എന്നുള്ള ആദി ദ്രാവിഡ ദളിത് മക്കൾ ജീവിച്ചിരുന്ന സ്ഥലമാണ് കൊല്ലം. അവരെല്ലാം കൊന്നുകളഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കൊല്ലം. അവരുടെ വീടും പുരയിടവും പറമ്പും വസ്തുവും എല്ലാം ഈ കൊന്നവന്മാർ അപകരിച്ച് താമസിക്കുന്ന സ്ഥലമാണ് കൊല്ലം. അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കുന്നവർ ചിന്തിക്കുക, സൂക്ഷിക്കുക. ആ മനുഷ്യൻ്റെ ജീവനും കൂടെ നിങ്ങൾ നശിപ്പിക്കരുത്. ഒരു അപേക്ഷയായി അദ്ദേഹത്തെ കൊന്നുകളയും. അവിടെ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അറിയിക്കുക.